Dear friends, now we will discuss lattice energy and solvation energy. എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ലാറ്റിസിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണിത്. ഈച്ച് സോഡിയം അയോൺ ഈസ് സറൗണ്ടഡ് ബൈ 6 ക്ലോറൈഡ് അയോൺസ്. ഇപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് ഇങ്ങനെ കാണുന്നെങ്കിലും ഓരോ സോഡിയത്തിനെയും സറൗണ്ട് ചെയ്ത് 6 ക്ലോറൈഡും അതുപോലെ തന്നെ ഓരോ ക്ലോറൈഡിനെ സറൗണ്ട് ചെയ്ത് 6 സോഡിയം അയോൺസും ഉള്ള ഒരു ഇൻ്റർ പെനിട്രേറ്റഡ് FCC ലാറ്റിസാണ് സോഡിയം ക്ലോറൈഡിനുള്ളത്. അത് ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഒരു സോഡിയം ക്ലോറൈഡ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആദ്യം ഒരു ഇൻഡിവിജ്വൽ അയോണിൻ്റെ കേസ് വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ലാറ്റിസ്, each sodium ion is surrounded by 6 chloride ions, and each chloride ion is again surrounded by 6 sodium ions. That is the face-centered cubic lattice structure of sodium chloride. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇത് ഇങ്ങനെ സോഡിയം അയോൺസ് ഈ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വരുമ്പം ഒരു സോഡിയം അയോണും ഒരു ക്ലോറൈഡ് അയോണും കൂടെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് 1 മോൾ NaCl ലാറ്റിസിലേക്ക് എൻ്റർ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ certain amount of energy is released, and that energy is known as the lattice energy or lattice enthalpy. So the energy released when 1 mole of sodium chloride enters the crystal lattice, or when 1 mole of sodium chloride forms the crystal lattice, the amount of energy released is the lattice energy or lattice enthalpy. അപ്പം അങ്ങനെയാണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്, എനർജി റിലീസ് ചെയ്തിട്ട് സ്റ്റേബിളായിട്ടിരിക്കുകയാണ്. ഇവിടേക്കാണ് നമുക്ക് ഈ സോഡിയം ക്ലോറൈഡിനെ വാട്ടറിൽ ആഡ് ചെയ്യുമ്പം വാട്ടറിൻ്റെ ആക്ഷൻ എന്താണ് എന്ന് നോക്കേണ്ടത്. ഇനി അക്വ സൊല്യൂഷനിലേക്ക് വരുമ്പം ഈ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും അതിന് അയണൈസേഷൻ നടക്കുകയാണ്. സോ അത് ഫ്രീ ആവുകയാണ്. അതിൻ്റെ ലാറ്റിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് വാട്ടർ മോളിക്യൂൾസ് അതിനെ ഹൈഡ്രേറ്റ് ചെയ്യാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഓരോ സോഡിയം അയോണിനെയും സെവറൽ വാട്ടർ മോളിക്യൂൾസ് വിൽ ഹൈഡ്രേറ്റ്. ഓക്കെ, ദാറ്റ് വിൽ സറൗണ്ട്. അപ്പോൾ ഇത് വാട്ടർ മോളിക്യൂൾസ് ഒരു സോഡിയം അയോണിനെ സറൗണ്ട് ചെയ്ത് ഹൈഡ്രേറ്റഡ് സോഡിയം അയോണായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇതേ വാട്ടർ മോളിക്യൂൾസ് ക്ലോറൈഡ് അയോൺസിനെയും സറൗണ്ട് ചെയ്തിട്ട് അതിനെയും ഹൈഡ്രേറ്റഡ് ക്ലോറൈഡ് അയോൺസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിൽ ഈ ഹൈഡ്രേറ്റഡ് സോഡിയം അയോൺസും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ക്ലോറൈഡ് അയോൺസും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് ലാറ്റിസിൽ ഈ അയോൺസ് ഇരിക്കുന്നതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാകുന്ന കേസിൽ ഡിസൊല്യൂഷൻ നടക്കും. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ എന്ത് എനർജി വെച്ചിട്ടാണോ ഈ സോഡിയം അയോൺസിനെയും ക്ലോറൈഡ് അയോൺസിനെയും ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് ഈ സോൾവേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഈ അയോൺസിനെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ അയോൺസ് മോർ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അന്നേരം അത് സൊല്യൂഷൻ സ്റ്റേജിലേക്ക് വരാനായിരിക്കും അയോൺസ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് സോഡിയം ക്ലോറൈഡ് പോലെയുള്ള അയോണിക് സോൾട്ട്സ് പോളാർ സോൾവെൻസ് ആയിട്ടുള്ള വാട്ടറിൽ സോലബിൾ ആയിരിക്കും. എന്നാൽ ഈ പ്രോപ്പർട്ടി ഇല്ലാത്ത ഏതെങ്കിലും ഓർഗാനിക് സോൾവെൻ്റ് ആണെങ്കിൽ അവിടെ സോൾവേഷൻ എനർജി എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിരിക്കും, സോൾവേഷൻ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും അതിൻ്റെ ലാറ്റിസ് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത് സൊല്യൂഷനിലേക്ക് പോകുന്നതിനേക്കാളും. അതുകൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ നടക്കില്ല. ഇനി സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട്സിൻ്റെ കാര്യമാണ്. സോലിബിൾ സബ്സ്റ്റൻസും കഴിഞ്ഞു, ഇൻസോലിബിൾ സബ്സ്റ്റൻസും കഴിഞ്ഞു. ഇനി ഇതേ വാട്ടറിൽ തന്നെ നമ്മൾ സോഡിയം ക്ലോറൈഡിന് പകരം ബേരിയം സൾഫേറ്റ് പോലുള്ള സോൾട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഈ സോൾവേഷൻ എനർജി കുറവായിരിക്കും. ലാറ്റിസ് എനർജിയെ ബ്രേക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവിടെ വാട്ടർ മോളിക്യൂളിന് ഇല്ല, അല്ലെങ്കിൽ അവിടെ സോൾവേഷൻ എനർജി കുറവായിരിക്കും. അപ്പോൾ ഡിസൊല്യൂഷൻ നടക്കത്തില്ല. അപ്പം ഇതിനിടയ്ക്ക് വരുന്ന, അതായത് കംപ്ലീറ്റ്ലി സോലിബിൾ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഇൻസോലിബിൾ, ഇതിനിടയ്ക്ക് സോൾവേഷൻ എനർജി വരുന്ന കാറ്റഗറി സോൾട്ട്സ് എല്ലാം സ്പെയറിംഗ്ലി സോലിബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇൻസോലിബിൾ സോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ബേരിയം സൾഫേറ്റ് അതുപോലെ തന്നെ സിൽവർ ക്ലോറൈഡ്, ജനറലായിട്ട് നമ്മളതിനെ ഇൻസോലിബിൾ സോൾട്ട് എന്ന് പറഞ്ഞാലും അതിനെ നമ്മളൊരു പ്രത്യേക തരത്തിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട്സ് എന്ന് പറയും. അതിന് AgCl, Ba സൾഫേറ്റൊക്കെ, ബേരിയം സൾഫേറ്റൊക്കെ. സോലബിലിറ്റി പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Now let us examine what is lattice energy and solvation energy.
The value of lattice energy and solvation energy taken together determines the solubility of a substance in a solvent. അപ്പോൾ ഇവിടെ നമ്മൾ സോഡിയം ക്ലോറൈഡ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സോഡിയം ഇവിടെ ബ്ലൂ സോഡിയം അയോൺസും റെഡ് ക്ലോറൈഡ് അയോൺസുമാണ്. സോഡിയം അയണും ഒരു ക്ലോറൈഡ്, അതിനെ നമ്മൾ 1 മോളിക്യൂൾ അല്ലെങ്കിൽ 1 മോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് സോഡിയം ക്ലോറൈഡ് അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ, ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്തിട്ടാണോ ആ സ്റ്റെബിലൈസേഷൻ നടന്നിരിക്കുന്നത്. സോ ദ എമൗണ്ട് ഓഫ് energy released when 1 mole of an ionic substance is formed in the crystal lattice, that is the lattice energy. That's the energy liberated. അതുകൊണ്ട് ദാറ്റ് വിൽ സ്റ്റെബിലൈസ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇനി ഇതേ സബ്സ്റ്റൻസ് ഒരു സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പം ആ സോൾവെൻറ്റ് ഈ അയോൺസിനെ സറൗണ്ട് ചെയ്യും. അപ്പോൾ സറൗണ്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ഈ ഓരോ അയോൺസും അതിൻ്റെ ലാറ്റിസിൽ ഇരുന്ന സ്റ്റെബിലിറ്റിയേക്കാളും കൂടുതലായിരിക്കണം ഈ സോൾവേറ്റഡ് സ്റ്റേറ്റിലുള്ള എനർജി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്റ്റെബിലൈസേഷൻ ആയിരിക്കണം. ഈ ഓരോ അയോണും അതിൻ്റെ ലാറ്റിസിൽ എത്ര സ്റ്റെബിലൈസ്ഡ് ആണോ അതിനേക്കാളും കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആണ് അതിൻ്റെ ഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിലെങ്കിൽ സോൾവേഷൻ നടക്കും. അപ്പോൾ നമുക്ക് സോൾവേഷൻ എനർജി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എനർജിയെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഹൈഡ്രേറ്റഡ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെൻറ്റ്. അപ്പോൾ ഹൈഡ്രേഷൻ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എത്ര എനർജിയാണോ ലിബറേറ്റ് ചെയ്തത് അതാണ് ഹൈഡ്രേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പം ക്രിസ്റ്റൽ ലാറ്റിസിന് ഉള്ള സ്റ്റെബിലിറ്റിയേക്കാളും കൂടുതൽ ഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ ആ സബ്സ്റ്റൻസ് ഗോസ് ഇൻ ടു സൊല്യൂഷൻ സ്റ്റേജ്. അതർവൈസ് ദാറ്റ് സബ്സ്റ്റൻസ് വിൽ ബി ഇൻസോലബിൾ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഓരോ കൺസെപ്റ്റ്സും കണ്ടിന്യൂസ് വീഡിയോസിൽ കണ്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അതുപോലെ നമ്മളിനി അടുത്തത് ലാറ്റിസ് എനർജിയും സോൾവേഷൻ എനർജിയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി അയണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റുമാണ് നോക്കാനുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ഓഫ് കാറ്റയോൺസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡി ആയിരിക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.